IPLൽ 17-ാം സീസണ് ഇന്ന് തുടക്കമാകുമ്പോൾ എല്ലാ കണ്ണുകളും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഇതിഹാസ നായകനായിരുന്ന MS ധോണിയിലേക്കാണ്. നായകന്റെ തൊപ്പിയില്ലാതെയാണ് ധോണി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ഇന്ന് മൈതാനത്തിറങ്ങുന്നത്. ഇന്നലെ അപ്രതീക്ഷിതമായി ക്യാപ്റ്റൻസി ഋതുരാജ് ഗെയ്ക്വാദിന് ധോണി കൈമാറിയിരുന്നു. ഇതോടെ ഒരു ആശങ്ക ആരാധകരുടെ മനസ്സിൽ ഉടലെടുത്തിരുന്നു. MS ധോണി CSK ക്യാപ്റ്റൻസി ഒഴിഞ്ഞ വാർത്ത വന്നതുമുതൽ ആരാധകർ വലിയ സങ്കടത്തിലായിരുന്നു. IPLൽ 17-ാം സീസണ് ആദ്യ മത്സരത്തിന് മുമ്പേ ക്യാപ്റ്റൻസിയിൽ നിന്നും മാറിയ ധോണി RCBക്കെതിരായ ഉദ്ഘാടന മത്സരത്തോടെ അപ്രതീക്ഷിത പ്രഖ്യാപനം നടത്തുമോ എന്നതായിരുന്നു ആരാധകരുടെ ചോദ്യം. എന്നാൽ ആരാധകർക്ക് ആശ്വസിക്കാം. ധോണി IPLൽ 2024 എല്ലാ മത്സരങ്ങളും കളിക്കുമെന്ന് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ CEO കാശി വിശ്വനാഥൻ പ്രമുഖ ക്രിക്കറ്റ് വെബ്സൈറ്റായ ക്രിക്ബസിനോട് വ്യക്തമാക്കി. ക്യാപ്റ്റൻസി ഋതുരാജിനെ ഏൽപ്പിക്കാൻ ധോണി സ്വയമേ തീരുമാനിക്കുകയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ധോണി IPL 17-ാം സീസണ് മധ്യേ വിരമിക്കൽ പ്രഖ്യാപിക്കില്ല എന്നാണ് കരുതപ്പെടുന്നത്. മെഗാലയം നടക്കാനിരിക്കെ വരും സീസണിൽ ധോണി കളിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഇത് രണ്ടാം തവണയാണ് MS ധോണി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായകസ്ഥാനം മറ്റൊരു താരത്തിന് കൈമാറുന്നത്. 2022-ൽ ടീമിലെ പരിചയസമ്പന്നനായ മറ്റൊരു താരവും ധോണിയുടെ വിശ്വസ്തനുമായിരുന്ന സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയ്ക്ക് ക്യാപ്റ്റൻ സ്ഥാനം ധോണി കൈമാറിയെങ്കിലും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ തുടർ തോൽവികളെ തുടർന്ന് സീസണിനിടയിൽ ക്യാപ്റ്റൻ സ്ഥാനം ധോണി തിരിച്ചെടുത്തിരുന്നു. 2010, 2011, 2018, 2021, 2023 സീസണുകളിൽ ചെന്നൈയെ IPL കിരീടത്തിലേക്ക് നയിച്ച ധോണി ഏറ്റവും കൂടുതൽ തവണ IPL കിരീടം നേടിയ ക്യാപ്റ്റന്മാരിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം റെക്കോർഡ് പങ്കിടുന്ന താരമാണ്. 226 മത്സരങ്ങളിലാണ് ധോണി CSKയുടെ ക്യാപ്റ്റനായി കളത്തിലിറങ്ങിയത്. ഇതിൽ 133 മത്സരങ്ങളിൽ ടീമിനെ വിജയത്തിലെത്തിക്കാനും തലയ്ക്ക് സാധിച്ചു.